ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 5ാം സ്റ്റാൻഡേർഡിലെ 3ാമത്തെ പാഠഭാഗമായ കണക്കിലെ 3ാമത്തെ പാഠഭാഗമായ ഗുണന രീതികളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ 4ാം ക്ലാസ് വരെ എന്തൊക്കെയാണ് പഠിച്ചത്? കൂട്ടാനും ഗുണിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന വിവിധ രീതികൾ നമ്മൾക്ക് എങ്ങനെയെല്ലാം ഗുണനം ചെയ്യാമെന്നതാണ്. 15 + 8 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ 18 + 5 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഈ നമ്പറിൻ്റെ പ്രത്യേകത? 5ൻ്റെയും 8ൻ്റെയും സ്ഥാനം നമ്മൾ മാറ്റിയിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കൂ, 15 + 8 നമുക്ക് എത്ര കിട്ടി? 23 18 + 5 23. ഒരേ ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൂട്ടുമ്പോൾ നമ്മൾക്ക് ഒരേ ഉത്തരം തന്നെ കിട്ടി. പക്ഷേ ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുക നോക്കാം. ഇനി ഗുണനം നോക്കാം. 15 × 8 എത്രയാണ്? 15 × 8 ഉത്തരം 120 അല്ലേ? ഇനി നമുക്ക് 18 × 5 നോക്കാം. 18 × 5 നമ്മൾ കിട്ടിയത് 90 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഗുണിക്കുന്ന സമയത്ത് നമുക്ക് ഒരേ ഉത്തരമാണോ കിട്ടിയത്? അല്ല, ഒരെണ്ണം 120 ആയിരുന്നു, ഒരെണ്ണം 90 കിട്ടി. ഇനി ഇത് വേറൊരു രീതിയിൽ കൂട്ടി നോക്കുകയാണ്. 15 + 8 നമ്മൾക്ക് എങ്ങനെ എഴുതാം? 15 എന്ന് പറയുന്നത് 10 + 5 അല്ലേ? 15 അതും അതിൻ്റെ കൂടെ 8ഉം കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 23 തന്നെയാണ്. 5നോട് 8 കൂട്ടിയാലും 8നോട് 5 കൂട്ടിയാലും 13 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇത് ഗുണിക്കുന്നത് നോക്കാം. 15 × 8 15 × 8 എന്നുള്ളത് 15 എന്ന് പറയുമ്പോൾ 10 + 5. ഇത് നമ്മൾ വേറെ വേറെയാണ് ഗുണിക്കാൻ പോകുന്നത്. അതായത് 10 + 5 എന്നുള്ളതിൽ 10നെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 8 കൊണ്ട് ഗുണിക്കും. അതിനുശേഷം 5നെ നമ്മൾ വീണ്ടും 8 കൊണ്ട് ഗുണിക്കും. എന്നിട്ട് ഈ കിട്ടിയ ആൻസറുകളെല്ലാം കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. 10നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 80, 80 + 5നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 40. അപ്പോൾ 80 + 40 120. രണ്ടാമത്തെ കണക്കായ 18 × 5 10 × 5 50, 50 + 8 × 5 40, 50 40 90. ഇവിടെയും 5ൻ്റെ 8 മടങ്ങും 8ൻ്റെ 5 മടങ്ങും എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 40 തന്നെയാണ്. ഇനി നമ്മൾക്ക് ഈ കണക്കുകൾ ഒരു ചിത്രം വരച്ചിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യത്തെ നമ്മൾ ചോദ്യം എന്തായിരുന്നു? 18 × 5 ആയിരുന്നു അല്ലേ? അതിന് നമ്മൾ കുറച്ച് പൊട്ടുകൾ, അതായത് 8 വരികൾ വീതമുള്ള ഓരോ വരിയിലും 15 പൊട്ടുകൾ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താ? 8 വരികളാണ്. 8 വരിയിൽ ഓരോ വരിയിലും 15 എണ്ണം വീതം പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം? 10 പൊട്ടുകളും 5 എണ്ണമുള്ള 2 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റി. 10 + 5 ആണല്ലോ 15. 18 × 5 നമ്മൾ എന്ത് ചെയ്തു? 5 വരികൾ വീതമുള്ള ഓരോ വരിയിലും 18 പൊട്ടുകൾ വീതമുള്ളതാക്കിയിട്ട് മാറ്റി. ഇനി ഇതേപോലെ നമ്മൾ 10 പൊട്ടുകളുള്ള വരികളായിട്ട് മുറിച്ച് മാറ്റി. അങ്ങനെ നോക്കുമ്പോഴും വലത് കളത്തിൽ എത്ര എണ്ണം ഉണ്ട്? 40 പൊട്ടുകൾ തന്നെ ഉണ്ട് മൊത്തം എണ്ണി നോക്കുമ്പോൾ. ഇടത് കളങ്ങളിൽ നമ്മൾക്ക് 80ഉം 50ഉം കിട്ടി അല്ലേ? ഇങ്ങനെ നോക്കിയത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേതാണ് വലുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏതായിരുന്നു? 15 × 8 ആണ് 18 × 5നേക്കാൾ വലുത് എന്ന് മനസ്സിലാക്കി. എത്ര കൂടുതലായിരിക്കും? 80 - 50 30 കൂടുതലാണെന്ന് മനസ്സിലാക്കി. ഇനി വേറൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. 16 × 9 ആണോ 19 × 6 ആണോ വലുത് എന്ന് ഗുണിച്ച് നോക്കാതെ തന്നെ പറയാമോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാം? ഇവിടെ നോക്കൂ, 16 × 9. 16 എന്ന് പറഞ്ഞാൽ എന്താ? 10 + 6 16 × 9. അത് ചെയ്യുമ്പോൾ എന്താ? നമ്മൾ 10നെ 9 കൊണ്ടും വീണ്ടും 6നെ 9 കൊണ്ടും ഗുണിക്കണം. അപ്പോൾ 10 × 9 നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. 6 × 9 എത്രയാണ് കിട്ടുക? 54 കിട്ടും. അപ്പോൾ 19 × 6ൻ്റെ ആൻസർ നമുക്ക് 114 കിട്ടും. അതായത് 60 + 54 ചെയ്യുമ്പോൾ 114. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വലുത് ഏതാണ്? ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 16 × 9 ആണ്. അതായത് അതിൻ്റെ ആൻസർ എന്തായിരുന്നു? 144.
എത്ര കൂടുതലെന്ന് ചോദിച്ചാൽ 144 നിന്ന് നമുക്ക് 114 കുറയ്ക്കുമ്പോൾ 30 കിട്ടും. 30 കൂടുതലാണ്. ഇനി ഇതേപോലെ നമുക്ക് ചുവടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുതെന്നും എത്ര കൂടുതലാണെന്നും മനക്കണക്കായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 12 × 8 18 × 2. അതിൽ നോക്കാം. 12 എന്ന് പറഞ്ഞാൽ എന്താ? 10 + 2 നമ്മൾ വേർതിരിച്ച് എഴുതി അതിനെ × 8 ഇട്ട് നമ്മൾ ചെയ്യാം. അപ്പം 10നെ 8 കൊണ്ട് ഗുണിക്കണം, 2നെ വീണ്ടും 8 കൊണ്ട് ഗുണിക്കും. 10 × 8 80, 2 × 8 16. അപ്പോൾ 80 + 16 76 ഒന്നാമത്തിൻ്റെ ഉത്തരം. ഇനി 18 × 2 ചെയ്യുന്ന സമയത്ത് 10 + 8 2നെയും 10നെയും 8നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നമ്മൾ ഗുണിക്കണം അല്ലേ? അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 10 × 2 20, 8 × 2 16, 36. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഏതാണ്? ഒരെണ്ണം 76ഉം ഒരെണ്ണം 36ഉം ആണ്. അപ്പോൾ ഇതിലത്തെ വലിയ നമ്പർ എന്ന് പറയുന്നത് 12 × 8 ഇതിൽ എത്ര കൂടുതൽ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ഡിഫറൻസ്, വ്യത്യാസം കണ്ടുപിടിച്ചാൽ മതി. 76 - 36 40. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. 17 × 6ഉം 16 × 7ഉം. 16 × 6 നമുക്ക് ചെയ്യുന്ന സമയത്ത് 10 + 7നെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. 10നെയും ഗുണിക്കണം, അതുപോലെ 7നെയും ഗുണിക്കണം. 10 × 6 എത്രയാ? 60. വീണ്ടും 7 × 6 എത്രയാണ്? 42. 60 42 102. അടുത്ത് 16 × 7 ചെയ്യുന്ന സമയത്ത് 10 + 16 നമ്മൾ 2 ഭാഗങ്ങളാക്കി 10 എന്നും 6 എന്നും. 10നെ നമ്മൾ 7 കൊണ്ട് ഗുണിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? അതെങ്ങനെ കിട്ടും? 70 70. 6നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ അവിടെ എന്ത് തന്നെയാണ് വരിക? 42 തന്നെ, 42 തന്നെ വരിക. അപ്പോൾ ഉത്തരം എന്താ? 112. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 16 × 7 ആണോ 17 × 6 ആണോ? ഇതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് 16 × 7 ഇതിൽ എത്ര കൂടുതലാണ്? രണ്ടിൻ്റെയും കൂടി വ്യത്യാസം 112 - 102 വ്യത്യാസം 10 കൂടുതലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം 13 × 9ഉം 19 × 3ഉം. ഇതിൽ 13 × 9 നമുക്ക് ചെയ്യുമ്പോൾ 13നെ നമ്മൾ 2 ഭാഗങ്ങളാക്കി 10 + 3 അല്ലേ? അതിനെ 9 കൊണ്ട് ഗുണിക്കണം, 10നെയും ഗുണിക്കണം 3നെയും ഗുണിക്കണം. 10നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 90, 3നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ 27. 90 + 27 117. ഇനി 19 × 3 ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 57. അപ്പോൾ ഇതിൽ വലിയ നമ്പർ ഏതാണ്? 13 × 9. ഉത്തരം എത്രയാണ്? 117. ഇതിൽ എത്ര കൂടുതലാണ് രണ്ടും തമ്മിൽ? 117 നമുക്ക് 57 കൊണ്ട് കുറയ്ക്കാം, വ്യത്യാസം കാണാം, 60 കൂടുതലാണ്. അടുത്ത ചോദ്യം 25 × 6 26 × 5. ഇതിൽ 25 × 6 എന്നത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 150ഉം 26 × 5 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 130ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 25 × 6 വലിയ നമ്പർ വരുന്നത്. ഇതിൽ ഏറ്റവും എത്ര കൂടുതലാണ്? 150 കുറയ്ക്കണം, 130, 20 ആണ് കൂടുതൽ. ഇവിടെ 15 × 13 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് പൊട്ടുകൾ വെച്ച ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ 15ഉം 13ഉം വരികളും നിരകളുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്താക്കാൻ പോവുകയാണെന്ന് വെച്ചാൽ 15 എന്ന് പറഞ്ഞാൽ എന്താ? 10 + 5 15. അതുപോലെ 13 എന്ന് പറയുന്നത് എന്താണ്? 10 + 3 അല്ലേ? അപ്പോൾ ഇതിന് ഈ ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 10 ആയിട്ട് എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇടത് ചതുരത്തിൽ നോക്കൂ, 10 × 13. ഇടത് ചതുരം മാത്രം നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 10 × 13 ചെയ്യുക. ഇനി വലത് ചതുരം മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് 5 × 13 പൊട്ടുകൾ. അപ്പോൾ 13നെ വീണ്ടും നമ്മൾ മാറ്റണം, 10 ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ 10 + 3 നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ, 4 കോളങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? മുകളിൽ 2 താഴത്ത് 2. അപ്പോൾ മുകളിലെ കോളത്തിൽ പൊട്ടുകളുടെ എണ്ണം എത്ര വരുന്നുണ്ട് നോക്കൂ, 10 × 10 100 എണ്ണം. ഇനി മുകളിലെ വലതുവശത്ത് എന്തായിരുന്നു? 5 × 10
50. ഇനി താഴത്ത് ഇടതുവശത്ത് എന്താ 10 × 3 30. താഴത്ത് വലതുവശത്ത് 5 × 3 15. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇവിടെ ഉത്തരം കൊടുത്തിട്ട് നോക്കൂ. 15 × 13 നമ്മൾക്ക് ആദ്യം 10 × 10 മൾട്ടിപ്ലൈ ചെയ്തു. അതിന് ആ ഉത്തരത്തിനോട് കൂടി 5 × 10 മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം, കൂട്ടണം. പിന്നെ 10 × 3 ചെയ്തു, 5 × 3 ചെയ്തു. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉത്തരങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ആകെ പൊട്ടുകളുടെ എണ്ണം കിട്ടും. അതായത് 10 × 10 100, 5 × 10 50, 10 × 3 30, 5 × 3 15. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ആൻസർ കിട്ടും? 195. ഈ കണക്കുകൾ നോക്കൂ. ഏതൊരു പെട്ടി വരച്ചിട്ട് ഇവിടെ കണക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യം നമ്മളൊരു ചതുരം വരയ്ക്കുക. ഈ ചതുരം വരച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന 18 × 12 ഗുണിക്കേണ്ടത്. ഈ 18 × 12 ഗുണിക്കാൻ നമ്മൾ മുകളിലെ 18 എന്നും സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 12 എന്നും കൊടുത്തു. അതിനർത്ഥം നമ്മളൊന്ന് ആ പൊട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. മുകളിൽ നമ്മൾ 18 എണ്ണം പൊട്ട് എന്താ വെച്ചാൽ വരിയിൽ വെച്ചിട്ടുണ്ട്. ഒരു വരിയിൽ 18 പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ സൈഡിൽ നിന്ന് നമ്മൾ നിരയാണല്ലേ. ആ നിര എന്ന് പറയുമ്പോൾ അവിടെ 12 എണ്ണം, ആ നിരയിൽ എത്ര ഉണ്ട്? 12 എണ്ണം പൊട്ടുകൾ വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിന് ഡിവൈഡ് ചെയ്തില്ലേ, 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ. ആ 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 10 എണ്ണമായിട്ട് ഫസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 10 എണ്ണമായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. 12 എന്ന് പറയുമ്പോൾ എന്താ? 10 + 2ഉം. 18 എന്ന് പറയുമ്പോൾ എന്താ? 10 + 8ഉം ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ 10 എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നോക്കൂ, നമ്മുടെ ഇവിടെ തന്നിരിക്കുന്നതിൽ മൂന്നാമത്തെ ചിത്രം നോക്കുക. മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ ആ 12 എന്നുള്ളതിനെ 10 + 2ഉം 18 എന്നുള്ളതിനെ 10 + 8 എഴുതി. ഇനി ആ രണ്ട് 10കൾ തമ്മിൽ ആ ഒന്നാമത്തെ മുകളിലെ മുകൾ ഭാഗത്തെ ഇടത് സൈഡിലെ കോളത്തിൽ എന്താ? ആ രണ്ട് 10ഉം കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? 100 കിട്ടി. ഇനി മുകളിലെ വലത് ഭാഗത്തുള്ള കോളത്തിൽ 80 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 12 എന്നുള്ളത് 10 + 2ലെ 10ഉം അതേപോലെ 10 + 8ലെ 8ഉം കൂടി മൾട്ടിപ്ലൈ ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടിയത്? 80 കിട്ടിയത്. അതുപോലെ തന്നെ താഴത്തുള്ള ഇടതുഭാഗത്തെ നമ്പർ 20 ആണ് അല്ലേ കിട്ടിയത്. അങ്ങനെ 20 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 + 8ലെ 10ഉം അതുപോലെ 10 + 2ലെ 2ഉം, ആ 2ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 20 കിട്ടി. ഇനി താഴത്തുള്ള വലതുഭാഗത്തെ നമ്പർ 16 ആണ്. അതായത് 18ലെ 8ഉം അതുപോലെ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടിയത്? 16 കിട്ടിയത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വരുന്നു നോക്കാം. അതായത് മുകളിൽ സംഖ്യ 100 + 80 എത്രയാ? 100 + 80 എത്രയാ? 180. ഇനി താഴത്തുള്ള രണ്ട് കോളം എങ്ങനെയായിരുന്നു? 20 + 16. 20 + 16 എത്രയാണ്? 36. ഈ 36ഉം അതുപോലെ തന്നെ 180ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 216 കിട്ടും. ഇനി ഇതുപോലെ ചുവടെയുള്ള കണക്കുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് 13 × 15. ഇപ്പോൾ നമ്മൾ മുകളിൽ ചെയ്തതുപോലെ കോളം വരച്ച് ചെയ്യുകയാണെങ്കിൽ 13 × 15 നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ 13 എന്നുള്ളതിനെ 10 + 3 എന്നാക്കി, 15 എന്നുള്ളത് 10 5 എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഏതൊക്കെ നമ്പറുകൾ തമ്മിൽ ഗുണിക്കുകയെന്ന് നോക്കാം. 10 × 10 100, അതുപോലെ 10 × 3 30. 100ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ നമ്മളുടെ എന്താ? മൂന്നാമതിൽ 130. താഴത്തെ ഇടതുഭാഗത്ത് നോക്കൂ, 10 × 5 50, അതുപോലെ താഴത്തെ വലതുഭാഗത്ത് 3 × 5 15. 50ഉം 15ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 65. അപ്പോൾ ഇതിൻ്റെ ആൻസർ 195. ഇനി രണ്ടാമത്തെ ചോദ്യം 17 × 16 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ 10ഉം 7ഉം എഴുതി, സൈഡിൽ 10ഉം 6ഉം, അതായത് 16നെ 10ഉം 6ഉം ആക്കി. ഇനി നോക്കൂ, 3 കോളം ആക്കിയിട്ടുണ്ട്. അതിൽ നോക്കൂ, 3 3 6 കോളം ആക്കിയിട്ടുണ്ട്. 10ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 100 കിട്ടി. അതുപോലെ 10ഉം 6ഉം കൂടെ ഗുണിക്കുമ്പോൾ 60 കിട്ടി. ഇനി ഇടത് ഭാഗത്തുള്ള 16ലെ 10ഉം 17ലെ 7ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 70 കിട്ടി.
ഇനി 6ഉം 7ഉം കൂടെ ഗുണിക്കുമ്പോൾ 42. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ആൻസർ എത്രയാണ്? 272. ഇനി അടുത്ത ചോദ്യം നോക്കാം. 18 × 19. നമ്മളെന്താ 18നെ 10ഉം 8ഉം ആക്കി, 19നെ 10ഉം 9ഉം ആക്കി അല്ലേ. ഇനി 10ഉം 10ഉം കൊണ്ട് ഗുണിക്കുമ്പോൾ 100, 10ഉം 8ഉം കൂടെ ഗുണിക്കുമ്പോൾ 80, അതുപോലെ തന്നെ 9ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 90, 9ഉം 8ഉം കൂടെ ഗുണിക്കുമ്പോൾ 72. അങ്ങനെ ഇതിൻ്റെ ആൻസർ വന്നിട്ട് 342. ഇവിടെ 15 × 15 ഗുണിക്കുന്ന സമയത്ത് നോക്കൂ, 10 + 5 നമ്മളതുപോലെ 10 + 5 ആയിട്ട് ഗുണിച്ചു. അതിൽ 10ഉം 10ഉം 100, 10 × 5 50, 5 × 10 50, അതുപോലെ 5 × 5 25. മൊത്തം 15 × 15 കിട്ടുമ്പോൾ 225. ഇത് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, അടുത്തത് ഒരു ഉദാഹരണമായിട്ട് 24 × 17 നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 24 എന്ന് പറഞ്ഞാൽ എന്താ? 20 + 4. അതുപോലെ 17 എന്ന് പറഞ്ഞാൽ 10 + 7 അല്ലേ. ഇനി നമ്മൾ നേരെ മുകളിൽ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അല്ലേ. 20ഉം 4ഉം 10ഉം 7ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോളം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യും? 20ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 200, അതേപോലെ 4ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ 40. അതുപോലെ 20ഉം 7ഉം 140, 4ഉം 7ഉം 28. ഇതുപോലെ നമുക്ക് എത്ര വലിയ നമ്പേഴ്സ്, എത്ര ഡിജിറ്റ് നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നോക്കൂ, 345 × 26 ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 345 എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ എക്സ്പാൻഡ് ഫോം എന്തായിരിക്കും നോക്കൂ. 300 + 40 + 5 അല്ലേ 345. അതേപോലെ നമ്മൾ ഇവിടെ 3 ഡിജിറ്റ് 3 അക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര കോളം വേണം കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? അതായത് നമുക്ക് 3 നമ്മൾ നേരത്തെ ചെയ്തതിന് വെച്ച് ഒരെണ്ണം, അതായത് ഒരെണ്ണം അല്ല 2 എണ്ണം, മുകളിലും താഴെ ഓരോന്ന് വീതമായിട്ട് 2 എണ്ണം എന്ത് വേണ്ടി വരും? എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ 345 എന്ന് പറയുമ്പോൾ 300, നമ്മൾ എന്താ ആദ്യത്തെ കോളത്തിൽ 300, 40, 5. അതേപോലെ 26 ആണെങ്കിൽ 26. അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കണക്ക് ഗുണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഈ കണക്കുകൾ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. നോക്കാം അതിൻ്റെ ആൻസറുകൾ എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതായത് 36 × 15 540 ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് 36 × 15 നമ്മൾ മുൻപ് ചെയ്ത രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, 36 എന്നുള്ളതിനെ നമ്മൾ 30, 6 എന്നും 15 എന്നുള്ളതിനെ 10, 5 എന്നും ആക്കി. നമ്മൾ നേരത്തെ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ അല്ലെ, ഗുണിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് താഴത്തുള്ള ക്വസ്റ്റ്യൻസിൽ 36 × 16 അപ്പോൾ 36 × 16 എന്ന് വരുമ്പോൾ ഇവിടെ എവിടെയാണ്, ഏത് കോളത്തിലാണ് നമ്പർ മാറുന്നത്? വലതു ഭാഗത്തെ കോളങ്ങളിലെ നമ്പറുകൾ മാത്രമായിരിക്കും മാറുന്നത് അല്ലേ. 15 പോയി 16 ആവും, അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. ഇടത് ഭാഗത്തെ കോളങ്ങൾ സെയിം നമ്പർ തന്നെയായിരിക്കും. വലതു ഭാഗത്തെ കോളങ്ങൾ 150 പോയി 180 ആയി, അതുപോലെ താഴത്തെ 36 ആയി. ഈ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനക്കണക്കായിട്ട് ചെയ്ത് നോക്കാം. ഈ രീതിയിലായിരിക്കും ഉത്തരങ്ങൾ വരുന്നത്. നിങ്ങൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കണം. 36 × 16 576, അതുപോലെ 37 × 15 555, 36 × 14 504, 35 × 15 525. അടുത്ത ചോദ്യം നോക്കാം. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി എങ്കിൽ അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സംഖ്യയാണ് 16 കൊണ്ട് ഗുണിച്ചാൽ 1360 കിട്ടുക എന്നുള്ളത് നോക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും?
അതായത് രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് 1360 കിട്ടിയത്. അതിൽ നിന്നും ഒരെണ്ണം നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഹരിച്ച് നോക്കിയാൽ മതി. ഒരു സംഖ്യ 16 ആകുമ്പോൾ അടുത്ത സംഖ്യ കണ്ടുപിടിക്കാൻ ആ ഉത്തരത്തിന് നമുക്ക് 16 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 1360 ഹരിക്കണം 16 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 85. അതായത് 85ഉം 16ഉം കൂടെ ഗുണിച്ചപ്പോഴാണ് 1360 കിട്ടിയത്. ഇനി ഇതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 85ൻ്റെ അടുത്ത സംഖ്യ 86. അപ്പോൾ 86 × 16 1376. അതായത് നമുക്ക് നേരത്തെ കിട്ടിയ 1360ൻ്റെ കൂടെ 16 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? തൊട്ട് അടുത്ത നമ്പർ കിട്ടും. അടുത്ത നമ്പർ കൊണ്ട് ഗുണിച്ചാലുള്ള സംഖ്യ കിട്ടും. അതുപോലെ രണ്ടാമത് നോക്കുക, അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എന്നാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ സംഖ്യ എന്തായിരിക്കും? ഉത്തരം 85 ആണെങ്കിൽ നമ്പർ ഏതാണ്? 84. അപ്പോൾ 84നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്തായിരിക്കും? അതിൽ നിന്നും 16 കുറച്ചാൽ മതി. അതായത് 1360 കുറയ്ക്കണം 16 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1344 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കണക്ക് ചെയ്യാതെ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പാഠഭാഗത്തിലത്തെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.